ഹലോ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് വിഭവങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ്? അതാണ്ട് ചോറ്, പിന്നെ ചക്ക വേവിച്ചത്, പിന്നെന്താണ് ഉള്ളത്, പയറ് തോരൻ, പിന്നെ കണവ ഇങ്ങനെ മസാലയിട്ട് നല്ല പുരട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ നല്ല സാമ്പാർ, പിന്നെ മീൻ പറ്റിച്ചതുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എന്തു പറഞ്ഞേ? പുളി കൊണ്ടുവന്നോ? പുളിയെ കൊണ്ടുവന്നു. നോക്കട്ടെ, ഇതാണ് മീൻ ഇന്നലത്തെ മീൻ കറി കേട്ടോ. മീൻ പറ്റിച്ചതാണ്, പച്ചക്കറി. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ വിഭവങ്ങൾ. ഇനി അത് കഴിക്കട്ടെ കേട്ടോ. നല്ല ചക്കയാണ്. ഈ ചക്ക ഉണ്ടല്ലോ, ചക്ക കട്ട് ചെയ്ത് അത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് അത് നമ്മൾ വേവിക്കുക. അതാകുമ്പോൾ 1 വർഷത്തോളം ഈ ചക്ക ഇങ്ങനെ ഫ്രീസറിലിരിക്കും. ഇങ്ങനല്ല, അത് കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞ് നല്ലതായിട്ട് എയർ ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചു. അപ്പോൾ നല്ല ഐസായിട്ടിരിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് വേവിച്ച് കഴിച്ചാൽ മതി. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കഴിക്കട്ടെ. എന്താ ചോറ് കഴിക്കാൻ? അവരൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ശാസം കണ്ടോ, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ്. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ചു. കാഞ്ചി അവിടെ ഇരുന്ന് കഴിക്കുന്നു. മതി, നല്ല ടൈറ്റായിട്ട് വെച്ചിരുന്നാൽ മതി. മറ്റേ തേനും ഒക്കെ എടുത്തുകൊണ്ട് വരാം, വെയിറ്റ് ചെയ്യും. ഇത് കണ്ടോ, സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിരിക്കുവാണ്. അരിപ്പൊടി, മുളക് പൊടി, മിക്സർ, അതാണ്ടേ ഇങ്ങനെ ഐറ്റംസൊക്കെ അതാണ്ടേ, കുരുമുളക്. ഇത് തേൻ കിട്ടിയതാണ് കേട്ടോ, തേന്, നെയ്യ്. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്യട്ടെ, കൊടുക്കട്ടെ. കാഞ്ചി വേഗം കഴിക്ക്. വേണ്ട, ഈ തേനും പിന്നെ തേന് കൂടലെന്ന് കൊണ്ടൊന്ന് കഴിക്കട്ടെ. ചേച്ചി ഫുഡ് വിളമ്പുക. കഴിച്ചിട്ട് വെച്ചേക്കുമല്ല, കഴിക്കാൻ പോവുകയാണ്. കഴിച്ചെന്നാ നല്ല കളർഫുള്ളായിട്ടുണ്ട്. മാറൂഫ്, ഞാനും ഇനി കഴിക്കട്ടെ. കണ്ടോ, ഇത് ഏട്ടൻ്റെ പാത്രമാണ് കേട്ടോ. ഏട്ടൻ എവിടെ ചെന്നാലും നമ്മൾ ഇതിനകത്ത് പാത്രം സെറ്റാക്കും. കാരണം ഏട്ടൻ ഇങ്ങനെ വിശാലമായ പാത്രത്തിൽ ഇങ്ങനെ കഴിക്കണം. ദാണ്ടേ ഇതൊക്കെയാണ്. വാവ്, നാളെ തിരികെ പോവുകയാണ് ഗൈസ്, തിരികെ പോവുകയാണ്. ഇനി ഞാൻ കഴിക്കട്ടെ. വിട്ടേക്കുന്ന സൗണ്ട് കഴിക്കട്ടെ. ചക്കയും മീൻ കറിയും. കഴിക്കട്ടെ. ബൈ.